ആദ്യം ശ്രീ കേണൽ ഡിന്നി, ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അതിനെ ചൊല്ലിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ആ തരത്തിലുള്ള താങ്കളടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം വന്നത് അതിനുശേഷമാണ്. പക്ഷേ എഫ്ഐആറിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വാക്ക് പരാമർശിച്ചിട്ടേയില്ല. അതല്ലാതെ ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കേസെടുക്കുന്നു. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഫ്ലക്സുകൾ, കൊടിതോരങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ പൂക്കളത്തിൽ, ഈ വിഷയങ്ങളിലൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണം എന്ന് പോലീസ് നിർബന്ധമായിട്ട് പറഞ്ഞു എന്ന് പൂക്കളമിട്ടവരടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? മാഡം നോക്കൂ, ഇന്നിപ്പം ഈ വിഷയത്തിൽ ഞാൻ ആ സ്ഥലത്ത് ഈ അമ്പലത്തിന്റെ അവിടെ പോയിരുന്നു. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ചു. നേരിട്ട് ആ സ്ഥലം സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് പോയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ അതുപോലെ തന്നെ ഇന്നലെ തൊട്ടേ ഈ ഒരു വിഷയം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആ ഒരു ഏരിയയിൽ പല വർഷങ്ങളായിട്ട് ഈ പൂക്കളം ഇടാറുണ്ട്. അവിടുത്തെ സമിതിയിൽ ശരിയാണ്, അവിടെ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം CPM ഭരിക്കുന്ന ഒരു മുൻതൂക്കമുള്ള ഒരു സമിതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഭരണം അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാ വർഷവും അവിടെ പൂക്കളം ഇടാറുണ്ട്. ഈ വർഷവും പൂക്കളം ഇടാൻ വേണ്ടി യുവാക്കൾ മുന്നോട്ട് വന്നു. അങ്ങനെ ആദ്യം സമിതിയായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പോലീസുമായിട്ട് എടുത്ത് പോയി. പോലീസിന്റെ അനുമതിയോടെ കൂടെ, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്, അദ്ദേഹമാണ് വന്ന് ഫ്രണ്ടില്, അതായത് ഈ ഭഗവാന്റെ ഫ്രണ്ടില് നേരെ ക്ഷേത്രത്തിന്റെ പുറത്ത്, റോഡിന്റെ സൈഡിലായിട്ട് ക്ഷേത്രത്തിന്റെ പുറത്ത് ആ മുൻവശത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് പറഞ്ഞ സ്ഥലത്ത് പോലീസ് 2 ഏരിയ കൊടുത്തു. ഒന്ന് സമിതിക്ക് പൂവിടാനും ഒന്ന് ഈ സംഘം ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് പൂവിടാൻ വേണ്ടിയുള്ള സ്ഥലം കൊടുത്തു. എന്നിട്ട് പോലീസ് അവിടെ നിന്നു. കാരണം ഇവിടെ സംഘർഷം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ട് പോലീസ് അവിടെ നിന്നു. ആ പോലീസിന്റെ മുന്നിലാണ് ഇവർ ഈ പൂക്കളം എല്ലാം ഇട്ടത്. അത് കഴിഞ്ഞിട്ട് രാവിലെ ഇതെല്ലാം കണ്ട് പോലീസ് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴാണ് ഈ ഭരണസമിതിയുടെ ആളുകൾ അവിടെ വരികയും ഈ പൂക്കൾ ഇട്ടതിനകത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഇട്ട് എന്നുള്ള രീതിയിലേക്ക് അതൊരു ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഇടാൻ പാടില്ല എന്നുള്ളൊരു തർക്കം വന്നത്. അങ്ങനെയാണ് പിന്നീട് പോലീസ് തിരിച്ചു വരികയും അവരെടുത്തത് മാറ്റാൻ വേണ്ടിയുള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് മാറ്റത്തില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ വീണ്ടും അതിന് മാറ്റാൻ വേണ്ടി ഒരു ഇതും കൂടെ അവിടെ എന്താ പറഞ്ഞ കാവിക്കൊടിയുടെ ഒരു വർണ്ണം വെച്ച്. ഞാൻ ചോദിക്കുന്നത്, അത് ഈ എന്താ പറഞ്ഞ ഈ പൂ വെച്ചിട്ടുള്ള ഒരു പൂക്കളമാണ്. ആ പൂക്കളത്തിനകത്ത് എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ട്. അപ്പൊ അതിനകത്ത് കാവിക്കൊടിയുടെ പൂക്കൾ ഉണ്ട്, അല്ലെങ്കിൽ കാവിക്കൊടി വരച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് അത്. രണ്ടാമതായിട്ട് അത് പാർത്ഥസാരഥി അമ്പലമാണ്. ഈ പാർത്ഥസാരഥി അമ്പലം എന്ന് തന്നെ നമുക്കറിയാം, ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ തേരോടിക്കാൻ വേണ്ടി, അതാണ് പാർത്ഥസാരഥി എന്ന് പറയുന്നത്. ആ ഭഗവാൻ കൃഷ്ണന്റെ ആ തേരിന്റെ മുകളിലുള്ള ഏത് ധ്വജമാണ്? അന്നും RSS ഉണ്ടായിരുന്നു. അപ്പൊ ആ ധ്വജത്തിന്റെ ഒരു പ്രതീകമായിട്ട് അവരവിടെ ആ പൂക്കൾ വെച്ച്, ജമന്തി പൂക്കൾ വെച്ചിട്ടുള്ള ആ പൂക്കൾ വെച്ചിട്ട് അത് ചെയ്തിരുന്നു. അതിനെ ഒരു RSSന്റെ പതാകയാക്കി മാറ്റി. അപ്പം ആദ്യം തുടങ്ങിയത് അവർ ഓപ്പറേഷൻ സിന്ദൂർ മാറ്റണമെന്നുള്ളതായിരുന്നു. പിന്നീട് അത് സക്സസ്ഫുൾ അല്ല എന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ കൊടിയാണെന്ന്. പിന്നീട് അവർ പറഞ്ഞ ഒരു ഫ്ലെക്സ്, അവിടെ ആ പരിസരത്തൊന്നും അല്ല ഒരു ഫ്ലെക്സ്. ആ ഫ്ലെക്സ് ഏകദേശം കുറച്ച് ദൂരം ഒരു പൊതു പ്രോപ്പർട്ടിയിൽ നിന്ന ഒരു ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സിന്റെ അവർ പറഞ്ഞ ശിവാജി മഹാരാജിന്റെ ആ ഫ്ലെക്സ് ഇരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, ശിവാജി മഹാരാജും ഏത് രീതിയിലുള്ള പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്, എന്നോട്ടാണ് നമുക്ക് അങ്ങനത്തെ ഉള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. അതും ഒരു വലിയൊരു വിഷയമാണ്. അപ്പൊ ആദ്യം ഇവർ തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂർ എഴുതാൻ പാടില്ല, കാരണം ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചിരുന്നത്. അത് എഴുതാൻ പാടില്ല എന്ന് വെച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് വളരെ രീതിയിൽ വ്യാപകമായിട്ട് പ്രതിഷേധം വന്ന സമയത്താണ് പിന്നീട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജമന്തി പൂവ് വെച്ചിട്ടുള്ള ധ്വജ, ആ ധ്വജ പാർത്ഥസാരഥി അമ്പലത്തിന് മുന്നിൽ ധ്വജ ചെയ്യാൻ പറ്റില്ല, പിന്നെ എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഒരു ഫ്ലെക്സ്, ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ഫ്ലെക്സിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. കാരണം ഈ ക്ഷേത്രത്തിന്റെ പുറത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, വേറെ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൊടിയും അവിടെ പാടില്ല എന്ന്. അങ്ങനെ ഒരു കൊടിയും അവിടെ ഇല്ല. അപ്പൊ ഇതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് പോലീസ് വന്ന് ചെയ്തത് എന്താണ്? പോലീസ് വന്ന് 25ഓളം പേരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് കലാപത്തിനുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അത്തപ്പൂ ഇടുക, ആ അത്തപ്പൂവിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് എഴുതി വെക്കുക. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് എഴുതുന്നതാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എഴുതിക്കൂടാന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഈ പൂക്കളം ഇടുന്നത് നമ്മളെല്ലാരും ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? നമ്മളെ സൈനികർ അവരുടെ ആ ജോലി അവർ ബോർഡറിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോ ചർച്ചയും അവർക്ക് അവിടെ പൂവിടാനും അവർക്ക് അമ്പലത്തിൽ പോകാനും എല്ലാവർക്കും സാധിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു റെസ്പെക്ട് എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ആദരവ് എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നമ്മളെ കുട്ടികൾ ഒരു പൂവിട്ട് അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇപ്പം ഇത് പാകിസ്ഥാനൊന്നും അല്ലല്ലോ, ഇതിപ്പം നമ്മൾ അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പാകിസ്ഥാനിൽ പോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയാണ്, അവർക്ക് നാണക്കേടുണ്ടായ ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പൊ അവർക്ക് മനസ്സിലായി നമുക്കിത് ശരിയല്ല, നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഭാരതത്തിൽ കേരളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് ഇത്രയും വലിയൊരു വിഷയം എങ്ങനെയാണ് ആവുന്നത് കേരളത്തിൽ മാത്രം? അപ്പൊ അത് തീർച്ചയായിട്ടും അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുവന്നത് ആ ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിലുള്ള സെക്രട്ടറി ആയാലും ശരി, ട്രഷറർ ആയാലും ശരി, ഇവരെല്ലാവരും CPM ആയിട്ടുള്ള ബന്ധമാണ്. മുൻ ബ്രാഞ്ച് സെക്രട്ടറി എങ്ങാണ്ടാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അതുപോലെ തന്നെ ട്രഷററും അവിടുത്തെ ആക്റ്റീവ് ആയിട്ടുള്ള CPM മെമ്പേഴ്സ് ആണ്. ആ ഭരണസമിതി മൊത്തം ഒരു CPM അനുകൂലം അല്ലെങ്കിൽ CPMന്റെ ആളുകൾ തന്നെയാണ് അതിനകത്ത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു അലർജി. അപ്പൊ ഇത് കേരളത്തിൽ ഒരിക്കലും നമ്മളത് എന്താ പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഭാരതത്തിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ സൈന്യം ചെയ്ത ഒരു ഓപ്പറേഷൻ ഒരു പൊതു സ്ഥലത്ത് അവിടെ എഴുതി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അല്ല. ശ്രീ കേണൽ ഡിനി, അല്ല അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന ഈ പൂക്കളത്തിന് 50 മീറ്റർ മാറിക്കൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കൊടിയാണെങ്കിലും അത് അർജുനന്റെ രഥത്തിന്റെ കൊടിയാണ്, പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ. പക്ഷേ നേരത്തെ തന്നെ താങ്കൾ അവിടെ നേരിട്ട് പോയ ഒരാളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രീതിയിലുള്ള പൂക്കളവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായിട്ട് അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നുള്ള കാര്യം താങ്കൾക്ക് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതോ ആ വിവരം താങ്കളെ ആരും ധരിപ്പിച്ചിട്ടുണ്ടായില്ലേ? ക്ഷേത്ര കമ്മിറ്റി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പൂക്കളം ഇടരുത് എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു സംഘർഷ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ വിവരം അറിഞ്ഞിരുന്നോ താങ്കൾ? തീർച്ചയായിട്ടും അതെനിക്കറിയാമല്ലോ, ഞാനത് എടുത്ത് പറയുകയും ചെയ്തല്ലോ. അവിടെ അതുപോലെ തന്നെ അതും ഒരു വലിയൊരു ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു വേറൊരു വിഷയമാണ്. ഇപ്പൊ കാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു സംഘടനയുടെ മാത്രമാണ്. കാവി എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ആണെന്നുള്ളത് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് പലരും മറന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭഗവാൻ കൃഷ്ണനെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ സാരഥിയായിട്ട് ആ തേരിന്റെ മുകളിൽ നിന്നത് കാവിക്കൊടി തന്നെയാണ്. അതിന് അന്ന് ഒരു RSSO അങ്ങനെ വേറൊരു സംഘടനയൊന്നും ഇല്ലായിരുന്നല്ലോ. ആ RSS ആ ഒരു കാവിയുടെ കൊടി അവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിലും പോയി ഹൈക്കോടതി അതിന്റെ എന്താ പറഞ്ഞ അങ്ങനത്തെ വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കോർട്ടിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരെയും അത് പിന്നീട് അതിനെ ചാലഞ്ചും അതിന്റെ ഒരു നിയമവശമായി നടക്കുന്നുണ്ട്. അല്ല, ആ ഉത്തരവ് അവിടെ ഉണ്ട്. ആ ഉത്തരവ് ചാലഞ്ച് ചെയ്തിട്ടില്ല, സ്റ്റേയും ഇല്ല, ആ ഉത്തരവുണ്ട്. അല്ല ഉണ്ട്. അതിനിപ്പോ ഇനി പല ആളുകൾ പോകുന്നുണ്ടല്ലോ അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അതിന് കേസ് കൊടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നതിന്റെ പുറത്താണ്. അതാണ് മാഡം ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ മനസ്സിലാക്കുക, അതായത് ഈ ഹൈക്കോടതിയുടെ ഇങ്ങനൊരു വിഷയം ഉണ്ടായത് തന്നെ പോലീസിനടുത്ത് സംസാരിച്ചിട്ടാണ്. പോലീസാണ് അവിടെ 2 പേർക്കും ഏരിയ കൊടുത്തത്. ഇൻഫാക്ട് ആ ഫോട്ടോഗ്രാഫ്സ് കാണുകയാണെങ്കിൽ അവർ അതിന്റെ സെന്ററിലായിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ഒരു ബോർഡർ ഡിമാർക്കേറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഇപ്പുറത്തോട്ടുള്ളത് സമിതി ചെയ്യണം, ഇപ്പുറത്തെ ഭാഗത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് ചെയ്യാന്നുള്ളത് പോലീസാണ് വന്ന് ചെയ്തത്. പോലീസിന്റെ അവിടെ പ്രസൻസിലാണ് ഈ പൂക്കളം മൊത്തം ഇട്ടത്. അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നീട് പോലീസ് പോയി കഴിഞ്ഞ് ഈ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഈ സമിതി വന്നപ്പോഴാണ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു രാഷ്ട്രീയ കൊടിയോ ഒന്നും അവിടെ ഇല്ല. അവിടെ വന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് മാത്രമാണ്. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരാണ് അവരത് അതിനെ ഒപ്പോസ് ചെയ്തതും അല്ലെങ്കിൽ അതിനെ എതിർത്തതും. ആ പോയിന്റ് വ്യക്തമാണ് ശ്രീ കേണൽ ഡിനി, ആ പോയിന്റ് വ്യക്തമാണ്. നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ MM ജയരാജ് നമുക്കൊപ്പുണ്ട്. ശ്രീ